കൃഷ്ണ ഗുരുവായൂരപ്പ. അപ്പോൾ ഈ വിഷു ദിനവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്ന എന്താ? കണി കാണും, കൈനീട്ടം മേടിക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ ശുഭത്വത്തെ കാണുന്നതിനാണ് കണി കാണുക എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കണിയൊരുക്കി വയ്ക്കുന്നത്. എന്നാൽ ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് വിഷുദിനത്തിനുള്ള ശകുനവും. അതായത് നമ്മൾ പുറത്തേക്ക് പുറപ്പെടാൻ ഇറങ്ങി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നടന്നു തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ വാഹനത്തിൽ കയറി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ എതിരെ വരുന്ന ഒന്നായിരിക്കും ശകുനം. അങ്ങനെ ശകുനമായിട്ട് വരുന്ന കാര്യങ്ങളും വിഷുദിനത്തിൽ ഏറെ പ്രാധാന്യമുള്ളതാണ്. പലപ്പോഴും കണി കാണുന്നതിനെ കുറിച്ച് അറിയാവുന്ന നമ്മുടെ മലയാളികൾക്ക് ശകുന കാര്യങ്ങളെക്കുറിച്ച് അത്ര കണ്ട് വ്യക്തതയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ശകുനം കാണുമ്പോൾ ഗുണപരമായിട്ടുള്ള ശകുനങ്ങൾ, നിങ്ങൾക്ക് നേട്ടം നൽകുന്ന ശകുനങ്ങളെക്കുറിച്ചാണ് പറയുന്നത് വിഷുദിനത്തിൽ. പിന്നെ ഇത് വ്യാഴാഴ്ച ദിനത്തിലും പ്രധാനമാണ്. നമ്മൾ വിഷുദിനത്തിൽ മാത്രമല്ല, വ്യാഴാഴ്ചകളിൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ ഇത്തരം ശകുനങ്ങൾ കാണെങ്കിൽ ഇതേ ഫലം തന്നെയാണ്, അത് മനസ്സിലാക്കുക. അപ്പോൾ വിഷുവിന് മാത്രമല്ല, വ്യാഴാഴ്ച ദിനത്തിൽ നിങ്ങൾക്ക് ഈ ശകുനം നിങ്ങൾക്ക് ഗുണകരമാകും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. നമസ്കാരം, ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ RJ ഹരിചന്ദ്ര മഠം. ഇപ്പോൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട്. അതിലൂടെ നിങ്ങൾ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടുന്നതാണ്. ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യാൻ കഴിയുക. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്ക് കീഴെയും ഇങ്ങനെ ഇപ്രകാരം നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ മതി. പക്ഷെ അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി വേണം. എങ്കിലല്ലേ നമുക്ക് നമ്മുടെ ചാനലിനെ പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അതും കൂടെ ചെയ്യൂ കേട്ടോ. അപ്പോൾ നമുക്ക് ശുഭ ശകുനങ്ങൾ, നമ്മൾ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ കണിയൊക്കെ കണ്ട് മനസ്സിന് സന്തോഷത്തോടു കൂടി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ വരുന്ന ഒരു നിമിത്തം, ആ ശകുനം നമ്മുടെ തൊട്ട് മുന്നിലോ സൈഡിലോ ഒക്കെ ആയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആ ശകുനം വന്നു കൂടുന്നത്. ആ ശുഭത്വം, അതിൻ്റെ ഫലം എന്തൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തത് പശു അല്ലെങ്കിൽ കാള. പിന്നെ പശുവിനെയും പിടിച്ചുകൊണ്ട് ഒരാൾ വരിക, ഒരു കാളയും പിടിച്ചുകൊണ്ട് ഒരാൾ വരിക. ഇതൊക്കെ ശുഭശകുനങ്ങളാണ് ഈ ദിവസം കാണാൻ പറ്റിയത്. ധനമേന്മയാണ് ഇതിൻ്റെ പ്രത്യേകത. നിങ്ങൾ സാമ്പത്തികപരമായിട്ട് കുറേയധികം ബുദ്ധിമുട്ടുകളിലൊക്കെ കഴിയുകയാണെങ്കിൽ ആ വർഷം നിങ്ങൾ നോക്കിക്കൊണ്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ വളരെയധികം മാറ്റം കിട്ടാൻ ഇത് ഗുണകരമാകുന്നതാണ്. പിന്നെ കളവ് പോയ സാധനങ്ങൾ തിരികെ കിട്ടാനും ഇത് ഗുണകരമാണ്. അപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ ആർക്കെങ്കിലും എന്നാൽ കൃത്രിമമായിട്ട് ഇങ്ങനെ ഒരു ശകുനം സൃഷ്ടിച്ചാൽ മതിയല്ലോ, ആരെങ്കിലും ഒന്ന് പറഞ്ഞ് ഒരു കാളയെ പശുവിനെ കൊണ്ട് എതിരെ വന്നാൽ നമുക്ക് ആ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുമെങ്കിൽ അത് നല്ലതല്ലേ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഇതൊരിക്കലും അങ്ങനെയല്ല. ഇത് പ്രപഞ്ചമായിട്ട്, പ്രകൃതിയായിട്ട് നിങ്ങൾക്ക് തരുന്നൊരു ശകുനമായിരിക്കണം. നിങ്ങളായിട്ട് അതിനെ സൃഷ്ടിക്കരുത്. ചിലപ്പോൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും അതൊരു ഇതെല്ലാം കേട്ട് വെച്ചിട്ട് ഇവന് വേണ്ടി നല്ലൊരു ശകുനം കൊടുത്തേക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു നീക്കം ആവരുത്. നിങ്ങൾ സ്വതവേ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒന്നായിരിക്കണം കേട്ടോ. അല്ലാത്തതുള്ളതുകൊണ്ട് ഗുണം കിട്ടുകയൊന്നുമില്ല. അത് മനസ്സിലാക്കുക. രണ്ടാമത്തത് ചന്ദനക്കുറി അണിഞ്ഞ് ക്ഷേത്രത്തിൽ പോയിട്ടോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകാനായിട്ടോ ഇറങ്ങുന്ന ഒരു സ്ത്രീ, ശിരസിൽ പൂവൊക്കെ ചൂടിയ ആകർഷണത്തോടുള്ള ഭംഗിയുള്ള ഒരു സ്ത്രീ പുഞ്ചിരിയോടെ നമുക്ക് എതിരെ വരികയോ സൈഡിലൂടെ വരികയൊക്കെ ചെയ്യുന്നത് നമുക്ക് ഭാര്യാഭർത്തൃ ബന്ധത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, കലഹങ്ങൾ ഇതൊക്കെ മാറിക്കിട്ടാൻ ഗുണമാണ്. അതുപോലെ തന്നെ കല്യാണം മുടങ്ങിയിരിക്കുന്നവർക്ക്, പലതരത്തിൽ നോക്കിയിട്ടും കല്യാണം കിട്ടാത്തവർക്കൊക്കെ ഈ ഒരു കാലയളവിൽ, ഈ ഒരു വർഷക്കാലയളവിൽ നിങ്ങൾക്ക് മംഗല്യത്തിന് ഉള്ള സാധ്യത അത് കാണിച്ചു തരുന്നതാണ്. ധനവർദ്ധനവ്, നിങ്ങൾക്ക് ധനപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ശകുനം കൊണ്ട് നിങ്ങൾക്ക് ധനവർദ്ധനവിനുള്ള സാധ്യതകൾ തെളിയുകയാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ നമ്മുടെ എതിരെ വരുന്നതാണ്. ഇത് വളരെ നല്ല ശകുനമാണ്. നമുക്ക് വിദ്യാഗുണം, പരീക്ഷാദികളിൽ വിജയം, നമ്മൾ ഈ മത്സര പരീക്ഷകൾ, പ്രധാനമായിട്ടും തൊഴിലിന് വേണ്ടിയിട്ടുള്ള അത്തരം പരീക്ഷകളിലൊക്കെ നേട്ടം നമുക്ക് കൈവരിക്കാൻ പറ്റുക. ഉപരിപഠനം, വിദേശത്ത് പോയിട്ടുള്ള പഠനം,
ഇതൊക്കെ നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ് ഈ ശകുനം. നാലാമത്തത് കൈക്കുഞ്ഞുമായിട്ട് ഒരാൾ വരിക എന്നുള്ളതാണ്. ഒരു കുട്ടിയെ കയ്യിൽ പിടിച്ചോ അല്ലെങ്കിൽ തോളത്ത് പക്കത്ത് ഇങ്ങനെ പിടിച്ചൊക്കെ ഒരാൾ വരിക. അത് സ്ത്രീ ആവട്ടെ, കുട്ടിയാവട്ടെ, അല്ലെങ്കിൽ പുരുഷനാകട്ടെ, അങ്ങനെയൊന്നുമില്ല, ആരായാലും മതി. ഒരു കുട്ടിയായിട്ട് നടന്നു വരിക അല്ലെങ്കിൽ ഒക്കത്തേന്തി വരിക എന്നൊക്കെ പറയുന്നത് നമുക്ക് സന്താന സൗഭാഗ്യമൊന്നും ഇല്ലെങ്കിൽ അതിനുള്ള യോഗത്തെ അത് തരുന്നതാണ്. കല്യാണം നടക്കാതിരിക്കുന്ന ആൾക്കാർക്ക് കല്യാണത്തിനുള്ള അവസരം ഒരുങ്ങി കിട്ടുന്നതാണ്. വീട്ടിൽ ഐശ്വര്യം കൂടുതലായിട്ട് വന്നു ചേരുന്നതിന് ഇത് ഗുണകരമായിട്ടുള്ള ഒരു ദർശനമാണ്. അഞ്ചാമത്തെ കാര്യം, വെള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ടുള്ളത്, പ്രധാനമായിട്ട് മേൽവസ്ത്രം വെള്ളയായിട്ടുള്ളത് ധരിച്ചിട്ട് ഒരാൾ വരിക, അല്ലെങ്കിൽ മുണ്ടെടുത്ത ഒരാൾ, വെള്ള മുണ്ടുണ്ടല്ലോ അത് ധരിച്ചിട്ട് ഒരാൾ വരിക വാഹനത്തിൽ. അങ്ങനെ വരുന്നത് നമുക്ക് തൊഴിലിൽ നേട്ടം ഉണ്ടാവുക, പ്രധാനമായിട്ട് വ്യാപാരം ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട നേട്ടം ഉണ്ടാവുക, പുതിയ സൗഹൃദങ്ങൾ ലഭ്യമാകുക, സൗഹൃദത്തിലൂടെ നേട്ടം കൈവരിക്കാൻ കഴിയുക തുടങ്ങിയവയാണ് ഇതിൻ്റെ ലക്ഷണം. ആറാമത്തെ കാര്യം, അമ്പലത്തിലേക്ക് പോകുന്ന വ്യക്തികളാണ്. നമ്മളെ ഗേറ്റ് തുറന്ന മറ്റോ മുന്നിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് അമ്പലത്തിലേക്ക് പോകാനായിട്ടുള്ള കുറച്ച് പേര് വരുന്നത് നമുക്ക് ഈശ്വര പുണ്യം കൂടി വരുന്നത്, ഈശ്വരാധീനം കൂടി വരുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. നമുക്ക് ഐശ്വര്യങ്ങൾ വന്നു ചേരുമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ വീട്ടിലും നേട്ടങ്ങൾ ഉണ്ടായി വരുമെന്ന് ഈ ലക്ഷണം പറയുന്നുണ്ട്. ഏഴാമത്തെ കാര്യം, ആന എതിരെ വരിക എന്നുള്ളതാണ്. ആന എതിരെ വരുന്നത് വളരെ നല്ലൊരു ശകുനമാണ്. നമ്മുടെ കടബാധ്യതകൾ മാറിക്കിട്ടുക, വിഘ്നങ്ങൾ മാറിക്കിട്ടുക, തൊഴിലിലും അല്ലാതെയൊക്കെയുള്ള തടസ്സങ്ങൾ നിവാരണം ചെയ്ത് കിട്ടുക തുടങ്ങിയൊക്കെ ഗുണകരമാണ്. ഗണപതി എഴുന്നള്ളിയതിന് തുല്യമാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. എട്ടാമത്തെ കാര്യം, അമ്പലത്തിലെ പ്രസാദമായിട്ട് ഒരാൾ നമ്മുടെ നേരെ എതിരെ വരിക, ഇതും വളരെ ഗുണകരമാണ്. ഈശ്വരീയ കടാക്ഷം നമുക്ക് ലഭ്യമാകുന്നതിൻ്റെതാണ്. കുറേ കാലമായിട്ട് തടസ്സങ്ങളിൽ ആണ്ട് കിടന്നിരുന്ന കാര്യങ്ങൾ നിവർത്തിച്ച് കിട്ടുന്നതാണ്. വീട്ടിനകത്തുണ്ടായിരുന്ന കുറേ അമംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ മാറിക്കിട്ടുന്നതാണ്. ഇതെല്ലാം ഇതിൻ്റെ സൂചനയാണ്. ഒമ്പതാമത്തത്, ഉപ്പൻ എന്ന് പറയുന്ന പക്ഷി അറിയാലോ, ഉപ്പൻ പറന്നു വരിക, നമ്മുടെ മുന്നിൽ വന്നിരിക്കുക, എതിരെ വരിക, ഇതൊക്കെയാണെങ്കിൽ വളരെ ഗുണകരമാണ്. നമ്മുടെ ശത്രുക്കളെല്ലാം നമ്മളിൽ നിന്ന് അകന്നു പോകും. നമ്മൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒരുപാട് ദോഷം വന്നുകൂടും. നമുക്ക് സാമ്പത്തികപരമായിട്ട് നേട്ടം ഉണ്ടാകും, തൊഴിൽപരമായിട്ട് മികവുണ്ടാകും എന്നൊക്കെയുള്ള സൂചനകളാണ് ഇത് നൽകുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, 9 തരം ശകുനങ്ങളെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വിഷുദിനത്തിലും അല്ലെങ്കിൽ വ്യാഴാഴ്ചകളിലും നിങ്ങൾക്ക് ഇത്തരം ശകുനങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഗുണകരമാണ്. ഇത് വിഷുദിനത്തിലാണ് ഏറ്റവും അധികം നല്ലത്. കാര്യം മംഗളവസ്തുക്കളെ കണി കണ്ടിട്ട് നമ്മളിങ്ങനെ ശകുനവും കൂടെ കാണുമ്പോഴാണ് ആ ഗുണം ഇരട്ടിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് അത് പറയുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.